നിരക്കിലും മരിച്ചത് 79 പേരെന്ന് റിപ്പോർട്ട്. ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമം ന്യൂസ് ലോണ്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. യഥാർത്ഥ മരണസംഖ്യ സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന ആരോപണത്തിനിടെയാണ് പുതിയ വിവരം. 30 മരണമെന്നാണ് ഔദ്യോഗിക കണക്ക്. നാഷണൽ ഡെസ്കിൽ നിന്ന് മനു അഖിലയുണ്ട് വിശദാംശങ്ങളുമായി. മനു, സർക്കാർ ഇത്തരത്തിൽ ഈ കണക്കുകൾ പൂഴ്ത്തിവെക്കുന്നു എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ വരുന്ന കണക്കുകൾ എന്താണ്? ഇതൊരു റിലയബിൾ സോഴ്സ് ആണോ? ആതിര, കുംഭമേള ദുരന്തത്തിലെ യഥാർത്ഥ മരണസംഖ്യ ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴാണ് വിവിധ ആശുപത്രികൾ അന്വേഷണം നടത്തിക്കൊണ്ടുള്ള ഒരു മാധ്യമ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനുവരി 29-ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ 30 പേർ മരണപ്പെട്ടതായും 60 പേർക്ക് പരിക്കേറ്റതായുമാണ് ഔദ്യോഗിക രേഖകളുള്ളത്. എന്നാൽ പോലീസിൽ നിന്നും ആശുപത്രി രേഖകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ന്യൂസ് ലോണ്ടറി എന്നൊരു മാധ്യമ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപകടത്തെക്കുറിച്ചും മരണസംഖ്യയെക്കുറിച്ചും കിംവദന്തികളൊന്നും പ്രചരിപ്പിക്കരുതെന്നും ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അപകടം നടന്ന ശേഷം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ എത്ര മരണം നടന്നു എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ കണക്കുകൾ നൽകാൻ പോലും UP സർക്കാർ തയ്യാറായിരുന്നില്ല. അപകടം നടന്ന ദിവസം വൈകിട്ടാണ് ഏകദേശം 30 പേർ മരിച്ചുവെന്നും 60-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നും UP സർക്കാർ വ്യക്തമാക്കിയത്. പിന്നീട് ഈ സംഖ്യകളിൽ കൂടുതൽ വ്യക്തത വരുത്താനോ എന്താണ് മരണനിരക്ക് എന്നുള്ളത് വ്യക്തമാക്കാനോ കൂടുതൽ അപ്ഡേറ്റ് നൽകാനോ UP സർക്കാർ തയ്യാറായിരുന്നില്ല. UP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം സർക്കാർ നടത്തുന്ന ആക്ഷേപവുമായിട്ട് അഖിലേഷ് യാദവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ലോക്സഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണത്തിൽ ഈ ഒരു ഘട്ടത്തിലാണ് ജേർണലിസ്റ്റിൽ ശ്രദ്ധേയരായ ന്യൂസ് ലോണ്ടറി 4 ദിവസം കൊണ്ട് നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ദുരന്തത്തിന്റെ യഥാർത്ഥ മരണസംഖ്യ UP സർക്കാർ മറച്ചു വെക്കുന്നതായുള്ള ആരോപണം ശക്തമാകുന്നതിനിടയിൽ തന്നെയാണ് ന്യൂസ് ലോണ്ടറിയുടെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത്. പ്രയാഗ്രാജിലെ വിവിധ ആശുപത്രികൾ നടത്തിയ അന്വേഷണത്തിൽ 79 പേരെങ്കിലും കുംഭമേള ദുരന്തത്തിൽ മരണപ്പെട്ടുവെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മോത്തിലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ 69 പേർ മരിച്ചതായാണ് ന്യൂസ് ലോണ്ടറിയുടെ കണക്കുകൾ പറയുന്നത്. അതായത് കുംഭമേള ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങൾ പ്രയാഗ്രാജിലെ മോത്തിലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ നിന്നാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 69 പേർ, ഈ 69 പേര് മരണപ്പെട്ടുവെന്നാണ് ഈ ന്യൂസ് ലോണ്ടറി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആശുപത്രിയിൽ എത്തിച്ച 69 പേരുടെ മൃതദേഹങ്ങൾ 66 പേരുടെ മൃതദേഹവും ബന്ധുക്കൾക്ക് കൈമാറിയെന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടില്ലെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 69 പേരിൽ 10 പേർ മരിച്ച 10 പേർ പുരുഷന്മാരാണ്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഭൂരിഭാഗവും UP-ക്കാരാണെന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. 14 പേർ ബീഹാർ സ്വദേശികളാണ്, 9 പേർ ബംഗാളിലുള്ളവരാണ്, ഒരാൾ ഗുജറാത്ത് സ്വദേശിയുമാണെന്നും ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൃതദേഹം മോർച്ചറിയിലല്ല സൂക്ഷിച്ചിരുന്നതെന്നും ഈ മൃതദേഹം ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെന്നും ന്യൂസ് ലോണ്ടറി ആരോപിക്കുന്നുണ്ട്. UP പോലീസിൻ്റെ അകമ്പടിയോടെ ഒരു സൗജന്യ ആംബുലൻസ് വിട്ടു നൽകിയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചതെന്നും പറയുന്നുണ്ട്. തീയതി രേഖപ്പെടുത്താത്ത, അതായത് ഈ അപകടം നടന്ന തീയതിയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നും മൃതദേഹം എന്നാണ് വിട്ടു നൽകിയെന്നുള്ള തീയതി പോലും രേഖപ്പെടുത്താത്ത റെസിപ്റ്റുകളാണ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകിയതെന്നും ഇവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊരു ആശുപത്രി, അതായത് പ്രയാഗ്രാജിലെ തന്നെ മറ്റൊരു ആശുപത്രിയായ സ്വരൂപ് ആശുപത്രിയിൽ 10 പേർ മരിച്ചതായും ഇവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവിടെ 7 പേർ മരിച്ചുവെന്നും 36 പേർക്ക് പരിക്കേറ്റ് പ്രവേശിപ്പിച്ചതായും ആണ് കണ്ടെത്തിയത്. പിന്നീട് ഫെബ്രുവരി 4-ന് ഇതേ സംഘം ഇവിടെ അന്വേഷിച്ചപ്പോൾ 7 പേരോളം മരണപ്പെട്ടുവെന്നും 6 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞില്ലെന്നും കണ്ടെത്തിയിട്ടിരുന്നു. ഇതോടെ തന്നെ ഈ 2 ആശുപത്രികളിലായിട്ട് ഒരു ആശുപത്രിയിൽ 69 പേരും മറ്റൊരു ആശുപത്രിയിൽ 10 പേരുമാണ് മരിച്ചത്. മൊത്തം 79 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ മരണം 40 എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന. റോയിട്ടേഴ്സ് ഉൾപ്പെടെ 40 പേർ മരിച്ചുവെന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ സർക്കാർ ഇതുവരെയും ഇത് സംബന്ധിച്ചൊരു അപ്ഡേറ്റ് നൽകിയിട്ടില്ല. 30 മരണവും 60 പേർക്ക് പരിക്കുമെന്നുള്ള ഒരു വിശദീകരണത്തിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ആതിര, അതാണ് സർക്കാർ ഇതിലെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 30 പേരാണ് ഈ കുംഭമേള ദുരന്തവുമായി ബന്ധപ്പെട്ട് മരിച്ചു എന്നുള്ളത്. അപ്പോഴാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ 79 പേർ ഈ കുംഭമേള ദുരന്തവുമായി ബന്ധപ്പെട്ട് മരിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് മനു അഖില.